ഭരതനാട്യം ഈ സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോൾ സാധാരണ ഒരു സൈജു കുറുപ്പിൻ്റെ സിനിമ കാണാൻ ഞാൻ കയറുമ്പോൾ ഭയങ്കര അധികം പ്രജുഡീസ് ആയിട്ടാണ് കയറുന്നത്. കാരണം അങ്ങേരുടെ സിനിമകളൊന്നും എനിക്ക് അത്ര വർക്ക് ആവാറില്ല. സ്വാഭാവികമായിട്ട് എനിക്ക് വർക്ക് ആവാറില്ല. പാപ്പച്ചൻ ഒളിവിലാണ് സിനിമയൊക്കെ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്ന് എന്ന് കരുതിയിരുന്ന് കണ്ട സിനിമയാണ്. അത്രയും സൂപ്പർ ബോറിങ് പടമായിരുന്നു എനിക്കത്. അതിപ്പോൾ ഒ ടി ടിയിൽ ഇറങ്ങിയില്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ റിവ്യൂസ് ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഞാൻ തിയേറ്ററിൽ ചെന്ന് ടിക്കറ്റ് എടുക്കാൻ നിന്നു. ടിക്കറ്റ് എടുക്കാൻ നേരത്തെ അച്ഛനോട് ചോദിച്ചേട്ടാ ആദ്യത്തെ ഷോ സിനിമയുടെ നടന്നായിരുന്നോ, ആൾ വന്നോ എന്നറിയാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പോൾ ആദ്യത്തെ ഷോ നടന്നായിരുന്നു, രണ്ടാമത്തെ ഷോ ക്യാൻസലായി, ആളില്ലാത്തതുകൊണ്ട് ക്യാൻസലായി എന്ന് പറഞ്ഞു. ഞാൻ മൂന്നാമത്തെ ഷോയ്ക്കാണ് ഞാൻ ചെന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു മൂന്നാമത്തെ ഷോ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഹൗസ് ഫുള്ളായിട്ടുണ്ട്. അതായത് ആദ്യത്തെ 3 റോ മാത്രമേ ഫുൾ ആവാനുള്ളൂ, ബാക്കിയൊക്കെ ഫുള്ളായിരിക്കും. അപ്പം ഞാനോർത്ത് സ്വാഭാവികമായിട്ടും ഈ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള ബൾക്ക് ബുക്കിംഗ് ഉണ്ടാവുമല്ലോ. ശരിക്കും ആൾക്കാരൊന്നും വരാറില്ല അങ്ങനെ. പലപ്പോഴും നമ്മുടെ ഈ സെൻട്രൽ തിയേറ്ററിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതും അങ്ങനെ ആയിരിക്കുമെന്ന് കരുതി. പക്ഷേ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ നല്ല ജനാവലി. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഈ നമ്മുടെ ഈ അഭിനേതാക്കളുടെ ആൾക്കാരൊക്കെ ഫാമിലീസ് കാര്യങ്ങളൊക്കെ അങ്ങനെ വരുമല്ലോ, അങ്ങനെ ആയിരിക്കും എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഈ പ്രജുഡീസ് മൈൻഡായിട്ട് പോണത്. പല സിനിമകളും കണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഈ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് മുൻകൂറായിട്ട് കുറേ അനുഭവങ്ങൾ വന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ തിയേറ്ററിൽ കയറിയിരുന്നു, സിനിമ കണ്ടു കഴിഞ്ഞു. സത്യം പറയാലോ, ഗംഭീര സിനിമ. ഇത് പറയാനാണ് ഞാൻ ഇത്രയും വലിച്ചു നീട്ടിയത്. അപ്പോൾ നിങ്ങൾ ഓർക്ക് ഇതെങ്കിലും നിനക്ക് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇത്രയെങ്കിലും ഒക്കെ ഒരു മിനിറ്റെങ്കിലും വീഡിയോ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഈ കാണുന്ന ആളുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് വലിച്ചു നീട്ടിയതാണ്. എനിവേ, ഗംഭീര സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാഴ സിനിമ ഇപ്പം നിങ്ങൾ വീക്കെൻഡിലൊക്കെ ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് സിനിമക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വാഴ സിനിമ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു നല്ല സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കണ്ണും പൂട്ടി ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റിയ ഒരു സിനിമയാണ് ഈ ഭരതനാട്യം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. വാഴ കണ്ട് ഇഷ്ടപ്പെടാത്തവർക്കും ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ അമ്മേനെയും ചേച്ചമ്മേനെ കൊണ്ട് ഞാൻ സിനിമക്ക് പോയിട്ട് അവർക്ക് വാഴ കണ്ട് തിയേറ്ററിൽ നിന്ന് ഉറങ്ങി എന്ന് പറഞ്ഞ ആളുകളാണ്. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ചിലപ്പോൾ ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇത് കുറേയും കൂടി ഗ്രൗണ്ട് ലെവലാണ്. നമ്മുടെ ഈ പിള്ളേരുടെ സൈസ് കോമഡി കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് വർക്കൗട്ട് ആവണമെന്നില്ല. പക്ഷെ ഇതിലുള്ള തമാശകൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആണ്. ഇതിലങ്ങനെ തമാശകൾ സിറ്റുവേഷനിൽ നിന്നുണ്ടാവുന്ന ചില തമാശകളാണ്. അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ വർക്കായിട്ടുണ്ട് നമുക്ക് കാണുന്ന പ്രേക്ഷകന്. പിന്നെ മ്യൂസിക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. പേര് ഞാൻ ശ്രദ്ധിച്ചില്ല ആരാണ് മ്യൂസിക് ചെയ്തതെന്ന്. എനിവേ നന്നായിട്ടുണ്ടായിരുന്നു. അവസാനത്തെ കുറച്ച് ഇമോഷണൽ സീൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഒരു ജിസ്റ്റോയി സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് എന്ന് പറയില്ലേ. ജിസ്റ്റോയുടെ ഇപ്പോഴത്തെ അല്ല, പഴയ മറ്റേ ഫീൽ ഗുഡ്സ് ആണ്. ഞാൻ അതിൻ്റെ വലിയൊരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം സിനിമയൊക്കെ കണ്ട് സന്തോഷത്തോടെ പുറത്തിറങ്ങുക എന്ന് പറയുന്നത് എനിക്ക് അത്രയും സന്തോഷമുള്ള കാര്യം വേറൊന്നുമില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സിനിമ എനിക്ക് ഒന്നും കൂടി ഒന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞ് സിനിമയാണ് ഈ ഒരു സിനിമ. ഇതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പെർഫോമൻസ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സൈജു കുറുപ്പടക്കം എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മുടെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് പുള്ളിക്കാരത്തിൻ്റെ പേരെന്താണ്, ശ്രീജ ചേച്ചി, പുള്ളിക്കാരത്തി കിഡുമായിട്ടുണ്ട്. പിന്നെ ഇതിൽ സൈജു കുറുപ്പുണ്ട്. സൈജു കുറുപ്പിൻ്റെ ഒരു അനിയൻ ചെറുക്കനുണ്ട്, അവൻ്റെ പെർഫോമൻസും അടിപൊളിയായിട്ടുണ്ട്. പിന്നെന്താ പറയുക, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. ഞാൻ എല്ലാവരെയും കാര്യം, നന്ദു അളിയനായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെയൊക്കെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. മണികണ്ഠൻ പട്ടാമ്പി, അങ്ങനെ ഒരു വലിയ അഭിനവ്, അങ്ങനെ കുറച്ചധികം വലിയ കുറച്ച് താരനിരകളെന്നല്ലല്ലോ, നമ്മൾ സുപരിചിതമായിട്ടുള്ള കുറേ അധികം ആളുകൾ ഈ സിനിമയിലുണ്ട്. എല്ലാവരും പെർഫോമൻസ് ഒന്നിനൊന്നും മെച്ചായിരുന്നു, ഗംഭീരമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ, അത്രയും ചെറിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് നല്ലൊരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യിച്ചപ്പോൾ ഉള്ള ഒരു അത്ഭുതമാണ് ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇല്ല, കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായി. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക്
ഈ ഞായറാഴ്ച ഒരു സിനിമക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ടിക്കറ്റ് എടുക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ഈ ഭരതനാട്യം എന്ന് പറയുന്ന ഈ സിനിമ. ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ പേര് പറയാൻ വിട്ടുപോയി. സംവിധായകന്റെ പേരാണ് കൃഷ്ണദാസ്. അദ്ദേഹം പൊളിച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമ ത്രൂ ഔട്ട് താങ്ങി നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ സംവിധാനവും തന്നെയാണ്. അത് പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധം എന്നെ അലട്ടിയത്. അപ്പം അതുകൊണ്ട് വീണ്ടും ഒന്ന് റെക്കോർഡ് ചെയ്താണ്. അപ്പോൾ അതും കൂടി ഒന്ന് പറയുകയാണ്. അത്രേ ഉള്ളൂ സിനിമയെ കുറിച്ച് പറയാനായിട്ട്. എനിവേ ഇത്രയൊക്കെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.